എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം അട്ടപ്പാടിയിൽ വർക്ക് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി നല്ലൊരു എക്കോസിസ്റ്റം, എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് കിട്ടുന്നുള്ള ഒരു എക്കോസിസ്റ്റം. പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, കാരണം ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, യു ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ. Hello everyone, welcome to Toppers Talk at Fortune AS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 54ാം റാങ്ക് നേടിയ സോണറ്റ് ജോസാണ്. കോട്ടയത്തു നിന്നുള്ള സോണറ്റ് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ തന്നെയാണ് ഈ മികച്ച വിജയം നേടിയത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സോണറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സോണറ്റ്. സോണറ്റ് അതൊരു ഭയങ്കര യുണീക്ക് നെയിമാണല്ലോ. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ സോണറ്റ് പോയം, എനിക്ക് തോന്നുന്നു 14 ലൈൻസ് ഉള്ളൊരു പോയമാണ് സോണറ്റ്. പക്ഷെ എങ്ങനെയാണ് അതിനൊരു പേരിലേക്ക് സോണറ്റിൻ്റെ പാരൻസ് എത്തിയത്? അതെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ പേര് തന്നത് ചേച്ചി. എൻ്റെ ചേച്ചിയാണ് എനിക്ക് സോണറ്റ് എന്നുള്ള പേരിട്ട്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്താ എനിക്ക് പേരിട്ടേന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഒരു മോഡേൺ പേര് വേണമായിരുന്നു. പിന്നെ എൻ്റെ സിബ്ലിങ്സിൻ്റെ പേര് സോണിയ. അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന സോണിയ സോണറ്റ്. അപ്പം അങ്ങനെ അവർ സോണറ്റിൽ എൻഡ് ചെയ്തു. സോണിയ സോണറ്റ്. അപ്പം ഇപ്പോൾ സിബ്ലിങ്സിനെ കുറിച്ച് പറഞ്ഞു, ഫാമിലിയെ കുറിച്ചൊന്ന് ഓവറോൾ പറയാമോ? പാരൻസ്, സിബ്ലിങ്സ്, അവരെന്ത് ചെയ്യുന്നു? ഞാൻ വരുന്നത് മുണ്ടക്കൈ, അതായത് കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡറിലുള്ള ഒരു മലയോര ഗ്രാമത്തിൽ നിന്നാണ്. അപ്പം എൻ്റെ അച്ഛൻ ED ജോസ്, ഒരു കൃഷിക്കാരന്, അമ്മ ഹൗസ് വൈഫ്. പിന്നെ എനിക്കൊരു ചേട്ടനും ഒരു ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവർ മാരിഡ്. അപ്പം എൻ്റെ ചേട്ടൻ സോണി, വൈഫ് റോസ്മീൻ, പിന്നെ 2 പിള്ളേർ. ചേച്ചിയായിട്ട് 16 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ചേച്ചിയുടെ പേര് സോണിയ, ഹസ്ബൻഡ് ജെറിൻ. അവർക്ക് 2 പിള്ളേർ. ചേട്ടനും ചേച്ചിയോടും ആവട്ടെ, പാരൻസിനോടാവട്ടെ, സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹം അത് എപ്പോഴും ആദ്യമായിട്ട് പറഞ്ഞു? സിവിൽ സർവീസ് പഠിക്കാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തോട്ട് വരുവാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലെ കളക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയും, ഇവളോട് 1ാം ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഇവളോട് കളക്ടർ ആവണമെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെങ്കിലും കളക്ടർ ആവണം അങ്ങനെ പറയുന്നത്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ചെറുപ്പത്തിലേ ഇങ്ങനെ ആക്റ്റീവായിട്ടിരുന്നതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ കളക്ടർ ആവാൻ നല്ല കുട്ടിയാണ് അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു ഡ്രീമാണ്. സ്പെസിഫിക്കലി IAS-നായിട്ട് എന്തെങ്കിലും ചെറുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ സ്കൂൾ ടൈമിൽ? ഇല്ല, എനിക്ക് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്പെസിഫിക്കലി ഒന്നിനും UPSC പ്രിപ്പറേഷനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ ക്വിസ് മത്സരങ്ങൾക്കും സ്പോർട്സിലും ആർട്സിലൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ടിപ്പം ക്വിസിന് നമുക്ക് പോകണമെങ്കിലും ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും പുതിയ പ്രൈം മിനിസ്റ്റർ വന്നോ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് വന്നോ, അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം അറിയുക എന്നുള്ള ഒരു ആവറേജ് നോളജ് ഉണ്ടായിരുന്നു. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇതിനു വേണ്ടി ഫുൾ ടൈമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഗ്രാജുവേഷൻ നേരത്തെ ഡൽഹിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞു, എന്നാൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ട്രിവാൻഡ്രത്ത് ഇവിടെ ഫോർച്യൂൺ AS അക്കാഡമിയിലല്ലോ വന്നത്. ഡൽഹിയിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിട്ടും ട്രിവാൻഡ്രത്തേക്ക് വരാൻ, ഫോർച്യൂണിലേക്ക് വരാൻ അതിൻ്റെ റീസൺ എന്താ? പ്രൈമറി റീസൺ ഞാൻ 3 വർഷം ഡൽഹിയിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം 3 വർഷം ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് നല്ല ഫുഡ് കിട്ടി, സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടി, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു അക്കോമഡേഷൻ കിട്ടി. ഇപ്പം ഞാൻ പ്രിപ്പറേഷന് വേണ്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഒരു സ്പേസ് കണ്ടുപിടിക്കണം. ഡൽഹി പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പം ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുമ്പം എനിക്ക് 25,000 ഒക്കെ കൊടുത്ത് നല്ലൊരു സ്പേസിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുവാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് മൊത്തമുള്ള പിള്ളേർ അവിടെ വരും. അപ്പം നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ ഒന്നും കിട്ടില്ല. ഉള്ളി നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജ് എത്തിയാലേ അവിടെ ഒരു പേഴ്സണൽ കെയർ അല്ലെങ്കിൽ നമ്മളെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം തിരുവനന്തപുരം ഒരു എമർജിങ് ഹബ്ബാണ്. ഇവിടെ പിള്ളേർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പേഴ്സണൽ കെയർ കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം, ഇപ്പം ബ്രേക്ക് എടുത്താണെങ്കിലും ഒന്ന് പോകാം. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലത് ഇതാണെന്ന് തോന്നി ഇപ്പം തിരുവനന്തപുരത്തോട്ട് വന്നു. ട്രിവാൻഡ്രത്ത് സ്പെസിഫിക്കലി ഫോർച്യൂൺ ചൂസ് ചെയ്യാനുള്ള റീസൺ? എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇവിടെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എമർജ് ചെയ്തുകൊണ്ടിരുന്നത് ഫോർച്യൂൺ. അപ്പം എല്ലാവരോടും ചോദിച്ചു, ഇവിടുത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട്സിനോടാണെങ്കിലും ചോദിച്ചാൽ എല്ലാവരും പറയും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായി, എസ്പെഷ്യലി സൈലേഷ് സാറിൻ്റെ ക്ലാസ്സൊക്കെ നല്ലതാണ്. അപ്പം ഞങ്ങൾ ഫിസിക്സ് കൂടെ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ വന്നാൽ
എന്താകും, ഇപ്പം ഹിസ്റ്ററി ഒക്കെ ഞാൻ കേട്ട് ഇരുന്നിട്ടില്ല, അപ്പം എന്താവും. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല എൻഗേജിങ് ക്ലാസ്സാ, ഒന്നും പേടിക്കണം, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ മതി. അപ്പം ആ ഒരു എക്കോസിസ്റ്റം നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്ന. പക്ഷേ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി നല്ലൊരു എക്കോസിസ്റ്റം, എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് കിട്ടുന്നുള്ള ഒരു എക്കോസിസ്റ്റം. നമുക്ക് കൊച്ചിലെ കളക്ടർ ആകണം എന്ന് ആഗ്രഹമുള്ള പലരും ഹ്യൂമാനിറ്റീസാണ് സെലക്ട് ചെയ്യുക. പക്ഷേ സോണിറ്റ് ഡൽഹി മിറാൻഡ ഹൗസിൽ ഫിസിക്സ് ആണ് പഠിച്ചത്. ഫിസിക്സ് ചൂസ് ചെയ്യാൻ റീസൺ എന്താ? ഞാൻ പൊതുവേ സയൻസിനോട് താല്പര്യമുള്ള ഒരു കുട്ടി. ഇപ്പം +2 എടുത്താലും ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. ഞാൻ സ്റ്റേറ്റ് ലെവൽ സയൻസ് ക്വിസിന് ഫ്രീക്വൻ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പം ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മുടെ സ്പേസ് മിഷൻസ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പം മംഗൾയാൻ വന്നപ്പം USA മേവൻ വിട്ടു, നമ്മൾ മംഗൾയാൻ വിട്ടു. നമ്മൾ പക്ഷേ അതിൻ്റെ ഭയങ്കര കോസ്റ്റ് കുറവില്ല. അപ്പം ISROയ്ക്കും സ്പേസ് സെക്ടറിനൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. നമ്മുടെ അവിടെയൊക്കെ സ്കൂളുകളിൽ കൂടി എക്സിബിഷൻസ് ഒക്കെ നടന്നിരുന്ന ഒരു സമയം. അപ്പം ISRO സ്പേസ് അങ്ങനെ കേട്ടാണ് ഞാൻ ഫിസിക്സ് ചൂസ് ചെയ്തത്. അപ്പം അത് ഗ്രാജുവേഷന് ഫിസിക്സിന് നല്ലത് മിറാൻഡ ഹൗസ്, അവിടെ നല്ല ലാബുണ്ട്, അങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 year ലോങ് പ്രോസസ്സാണ്. സോണിറ്റ് കൊച്ചിലെ കളക്ടർ ആകണം എന്ന് പറഞ്ഞിരുന്നത്, റൈറ്റ്? അപ്പോൾ ഈ കിട്ടാത്ത ഒരു ഫേസ് ഉണ്ടല്ലോ, നമുക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോയി, എന്നിട്ട് ആ കിട്ടാത്തൊരു ഫേസ്, ആ ഒരു ഫേസിൽ നമുക്ക് ഒബ്വിയസ്ലി ഒരു വളരെ ലോ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ആ സമയത്ത് ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആരായിരിക്കും? എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫെയിലിയർ ആയിട്ട് ഫേസ് ചെയ്യുന്നത്. കാരണം 10ൽ ഫുൾ A+ ഉണ്ടായിരുന്നു, +2 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ DUലാണെങ്കിലും 9.5 CGP ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഫസ്റ്റ് ഞാനൊരു പ്രിലിംസിൽ ഫെയിലിയർ എക്സ്പെക്ട് ചെയ്ത, പക്ഷേ ഇവിടെ പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടി. അപ്പം ഇൻ്റർവ്യൂ എനിക്ക് ഷുവർ ആയിരുന്നു എന്താണെങ്കിലും ഞാൻ റാങ്ക് ലിസ്റ്റ് വരും. അപ്പം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി ആണ് റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റിലില്ല. അപ്പം പെട്ടെന്ന് ആ ഒരു സമയം ഞാൻ ഭയങ്കര കൂളായിരുന്നു. എല്ലാവരും ഫോൺ വിളിച്ചു, ഫോർച്യൂണിൽ നിന്ന് ഫസ്റ്റ് ടീച്ചേഴ്സ് വിളിച്ചു, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, കാരണം ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വീട്ടിൽ പോയി, വീട്ടിൽ അമ്മയൊക്കെ ആണെങ്കിലും അത്രയും നാൾ ഞാൻ കണ്ട ഒരു അമ്മയല്ല. അമ്മ എന്നോട് പറഞ്ഞു, പോട്ടെ സാരമില്ല, ഒരു എക്സാം അല്ലേ, നീ ഇവിടെ വരെ എത്തിയില്ലേ, എത്ര പേര് എത്താത്ത ഏരിയയിലാണ് നീ എത്തിയത്, അങ്ങനെ പറഞ്ഞ സപ്പോർട്ട്. പിന്നെ ചേട്ടനാണെങ്കിലും പറഞ്ഞു, ഇത് ഒരു അറ്റംപ്റ്റ് അല്ലേ ആയുള്ളൂ, ഇവിടെ 5-6 അറ്റംപ്റ്റ് എഴുതിയവരുണ്ട്. ഇപ്പം 1 കിട്ടിയില്ലെങ്കിൽ 2 എഴുതും, 2 കിട്ടിയില്ലെങ്കിൽ 3 എഴുതും, 6 അറ്റംപ്റ്റ് ഉണ്ടല്ലോ, 1 കിട്ടിയില്ലെങ്കിൽ നമ്മൾ 6 അറ്റംപ്റ്റ് കംപ്ലീറ്റ്. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. പിന്നെ നിതിൻ സാർ വിളിച്ചിട്ട്, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോകാം, നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് പഠിക്കാം. അപ്പം സാറ് ഭയങ്കര ഈ തവണ നമ്മൾ എന്താണെങ്കിലും കയറിയിരിക്കും. ഞാൻ മാക്സിമം സപ്പോർട്ട് തരുന്നതാണ് നിതിൻ സാറ്, ഷഹദ് സാറ്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം എന്ത് ചെയ്യണം, ആകെ 40 ദിവസമേ ഉള്ളൂ. അപ്പം ഈ 40 ദിവസം കൊണ്ട് വീണ്ടും ഞാൻ ഒരു പ്രിലിംസ് എഴുതാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് വീണ്ടും എന്നെ പ്രിപ്പയർ ആക്കിയത് ഇവിടുത്തെ മെൻറ്റേഴ്സും പിന്നെ ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സൊക്കെ. ഒരു ലോ ഫേസിൽ നിന്ന് ഈ കൊല്ലം നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മുടെ ഫാമിലിയും നാട്ടിലുള്ളവരും അവരുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു? ഫാമിലിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര റിലീഫായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ അറ്റംപ്റ്റിൽ കിട്ടാത്തതുകൊണ്ട് ഈ തവണ ഞാൻ അടുത്ത പ്രിലിംസ് എഴുതാനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതായത് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു നമുക്ക് വീടൊക്കെ ഒന്ന് അടുക്കി വെക്കാം, എല്ലാവരും വരുമല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നാളെ തിരുവനന്തപുരത്ത് പോകും, എനിക്ക് പ്രിലിംസ് പഠിക്കണം, ഇനി ഇത്രയും ദിവസമുള്ളൂ, ഇനി 30 ദിവസം കൂടെ ഉള്ളൂ, എന്താണെങ്കിലും ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഫെയിലിയറിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര റിലീഫ്. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പിറവത്ത് നിന്നപ്പോഴാണ് റിസൾട്ട് വന്നത്. അപ്പം ഞാൻ ഓൺ ദി സ്പോട്ടിൽ കരഞ്ഞു. ചേച്ചി പിറ്റേ ദിവസം UK പോയിരുന്നു. അപ്പം ചേച്ചിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷം, കരഞ്ഞു. പിന്നെ നാട്ടുകാർ പൊതുവെ അവരിങ്ങനെ ഡയറക്റ്റ്ലി ഒന്നും പണ്ട് പറയില്ലായിരുന്നെങ്കിലും ഇൻഡയറക്റ്റ്ലി അവർ പറയായിരുന്നു. കാരണം പണ്ട് തൊട്ടേ കളക്ടർ ആവണം എന്നിങ്ങനെ പറയുമ്പം ഈ 3 വർഷമായിട്ട് ഈ കൊച്ച് കളക്ടർ ആയില്ലേ, എന്താ ഈ കൊച്ചാവാത്ത, അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും നാടിൻ്റെ അഭിമാനമായി 54 റാങ്ക് വന്നു. അപ്പം എല്ലാവർക്കും സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ഒരാൾ UPSCയിൽ എത്തുന്നതും, അപ്പം അവർക്ക് എല്ലാവർക്കും ഒത്തിരി പ്രൗഡ് മൊമെൻ്റ്. ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും കുറേ പിള്ളേർ ചോദിച്ചു, ചേച്ചിയുടെ ബുക്കൊക്കെ, എന്നിട്ട് ഒരു കൊച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ബുക്ക് ആർക്കും കൊടുക്കരുത്, എനിക്ക് തരണം കേട്ടോ ചേച്ചി പഠിക്കാൻ നിൽക്കുക. അപ്പം അത് നമുക്കും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റുക, ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അതൊക്കെ പഠിച്ച സ്കൂളിലേക്ക് പോകാൻ പറ്റിയോ? പഠിച്ച സ്കൂളിലേക്ക് പോയില്ല, ടീച്ചേഴ്സ് എല്ലാവരും വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടാതായപ്പോൾ അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, സാരമില്ല കൊച്ചേ, ഇത്രയായില്ലേ, നമുക്ക് അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാം. അപ്പം എനിക്ക് കിട്ടിയാൽ അവർക്ക് കിട്ടിയ പോലെ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ രണ്ടാമത്തെ കുടുംബം സെൻറ്റ് ആൻ്റണീസ്. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും വീട്ടിൽ വന്നു, ഇന്നലെ കേക്കൊക്കെ മുറിച്ചു, എന്നിട്ട് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് എന്നെ കളിയാക്കലായിരുന്നു അവരുടെ പരിപാടി. സോണിറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻസ്
സ്കൈ ഹൈ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെസ് സോണ്ടറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതൽ എപ്പോഴും എനിക്ക് സ്ട്രെസ് തന്നിരുന്നത് ഞാൻ തന്നെ. കാരണം ഇത്രയൊക്കെ അക്കാഡമിക്കലി പഠിച്ചു, അതുകൊണ്ട് ഈ തവണ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അപ്പം എന്നെ ഇനി അവർക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചേട്ടനും ചേച്ചി അപ്പം ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പം അവർക്ക് പിള്ളേർ വളർന്നു വരും, അപ്പം അവരെ ബുദ്ധിമുട്ടിക്കണമല്ലോ. അപ്പം ആ തോട്ടായിരുന്നു എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചത്. അപ്പം നാട്ടുകാരെന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ചോദിച്ചാൽ അത് എൻ്റെ അടുത്ത് വരാതെ എൻ്റെ വീട്ടുകാരെ ഷീൽഡ് ചെയ്യും. കാരണം ഞാൻ തിരുവനന്തപുരത്ത്, അവരെന്തെങ്കിലുമൊക്കെ പറയും, അവൾ പഠിക്കുക അല്ലെങ്കിൽ അവൾ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അവരുടെ പ്രഷർ എനിക്കില്ലായിരുന്നു, പക്ഷേ എൻ്റേതായ ഒരു എക്സ്പെക്റ്റേഷൻ, എനിക്ക് കൊടുക്കുന്ന പ്രഷർ എനിക്ക് ഈ ജേർണിയിലുണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ ചോദിച്ചില്ല, ചേട്ടനും ചേച്ചി എന്തായിരുന്നു ചെയ്യുന്നത്? ചേട്ടന് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യുക, ചേച്ചി നേഴ്സായി ഇപ്പോൾ UK വർക്ക് ചെയ്യുക. ഈ റിസൾട്ട് വന്നിരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരെല്ലാവരും കരഞ്ഞു. കാരണം ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ തവണ കിട്ടാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമല്ലോ. 10 ലക്ഷം പേര് എഴുതുന്നു, 12,000 പേര് മെയിൻസ് കയറുന്നു, മെയിൻസിന് എഴുതുന്നു, പിന്നെ അതിൽ നിന്ന് 3,000 അല്ലെങ്കിൽ 2,500 പേർക്ക് കിട്ടുന്നു. അതിനകത്ത് ജനറൽ ആയതുകൊണ്ട് 70-നുള്ളിൽ വരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയായിരുന്നു, അയ്യോ എങ്ങനെ എത്തും, അവിടെ എത്തണ്ടേ, അതൊരു ഭയങ്കര ചലഞ്ചാണ്. അപ്പം 54 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം IAS കിട്ടും, ഇങ്ങനെയൊക്കെ എത്തും എന്ന് പറഞ്ഞാലും എന്നെത്തും. ഈ തവണ ഞാൻ ഫെയിലിയർ, അതായത് ഇൻ്റർവ്യൂ എല്ലാം പാടായിരുന്നു പറഞ്ഞിരുന്നിടത്ത് അവർ അടുത്ത അറ്റംപ്റ്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പം അതിൽ നിന്ന് 54ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞു, എല്ലാവരും ഭയങ്കര സന്തോഷം. ഈ കൊല്ലം കിട്ടാതിരുന്നെങ്കിൽ അത് സോൾട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ തവണ കിട്ടാതിരുന്നിരുന്നെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ എല്ലാവരോടും പറയാമായിരുന്നു, ഇപ്പോൾ സാറിനോടാണെങ്കിലും നിതിൻ സാറിനോടാണെങ്കിലും പറയും, സാർ എനിക്കിനി എഴുതാൻ പറ്റും തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര മടുത്തു. വീട്ടിലാണെങ്കിലും ഞാനിത് പറയും, പക്ഷേ എങ്കിലും ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വെളിയിൽ പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ നാളെ തിരുവനന്തപുരം പോകണം, ഇത്ര ദിവസമേ ഉള്ളൂ, ഞാനിങ്ങനെ ടൈമർ ഇട്ടിരുന്നു, 30 days അല്ലെങ്കിൽ 40 days to go, അങ്ങനെ ടൈമർ ഇട്ട് പതിയെ പഠിച്ച് തുടങ്ങണം. 2 ദിവസം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കഴിഞ്ഞ തവണ റിസൾട്ട് വന്നതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 2 ദിവസം വിഷമമായിരിക്കും, ആ 2 ദിവസം ഫോണൊന്നും എടുക്കണ്ട, കാരണം എല്ലാവരും റിസൾട്ട് കാണുമ്പോഴാണല്ലോ വിഷമം വരും. അപ്പം ഫോണൊന്നും എടുക്കണ്ട, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പഠിച്ച് തുടങ്ങും. ഇങ്ങനെ ആ ഒരു പ്രിപ്പറേഷനിലായിരുന്നു, ആയിരുന്നു. നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. സോണിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പ്രിലിംസ് ക്ലിയർ ആയി, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചില ശരികൾ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ആ ഏറ്റവും വലിയ ശരികൾ എന്തായിരിക്കും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എൻഷുർ ചെയ്ത സ്ട്രാറ്റജി? ഞാൻ ഏറ്റവും കറക്റ്റായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു 75 to 80 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അതിൻ്റെ കീ പഠിക്കുക, പിന്നെ അത് എങ്ങനെ തെറ്റിപ്പോയെന്ന്. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഞാൻ അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസിനെ ജനറലി 4 കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് ഫോക്കസ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം പൊതുവെ എനിക്ക് മെമ്മറി, എന്തെങ്കിലും ഒരു സാധനം റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പം എനിക്ക് ഫ്രീക്വൻറ്റ് റിവിഷൻ്റെ ആവശ്യങ്ങളില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം എവിടെയെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ് കാണുക, അങ്ങനെ കുറേ വായിക്കാൻ ശ്രമിച്ചിരുന്നു. അതാണ് എൻ്റെ കാര്യത്തിൽ വർക്കായത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? ഞാൻ ജനറലി ക്വസ്റ്റ്യൻസ് എടുക്കുമ്പം ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് ഏത് ആസ്പിരൻറ്റും മസ്റ്റായിട്ട് നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, അത് ഒരിക്കലും തെറ്റാൻ പാടില്ല. ബേസിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ബുക്സ് പോലത്തെ ലക്ഷ്മികാന്ത് പോലത്തെ ബുക്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് വരുന്നത്. പിന്നെ സെക്കൻഡ് കാറ്റഗറി എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി കൊടുത്തിട്ടില്ല, പക്ഷേ ആ ബുക്കിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിങ്ങനെ 2 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ട് വായിച്ച് കഴിയുമ്പം നമുക്ക് ഏകദേശം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. തേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് നോളജ്, അതായത് ഡയറക്റ്റ്ലി ഒരിടത്തും ഇല്ല, ഇപ്പം ഈവൻ നമ്മളിപ്പം ചുറ്റുപാടും കണ്ട എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആക്കണം. ഇപ്പം എന്തെങ്കിലും മഴയുടെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോഗ്രഫിക്കലായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ശരിയാക്കേണ്ട സാധനം. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വിടേണ്ട ക്വസ്റ്റ്യൻസ്. നമുക്ക് 100 ക്വസ്റ്റ്യൻ തന്നാലും 100 ചെയ്യണം നിർബന്ധമില്ല. അപ്പം മേ ബി നമ്മൾ ഈ ആവശ്യമില്ലാതെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നെഗറ്റീവ് കൊണ്ടുവരിക. അപ്പം 4ാമത്തെ കാറ്റഗറി ചെയ്യേണ്ടാത്ത ക്വസ്റ്റ്യൻസ്. ഈ കാറ്റഗറൈസേഷൻ സോർട്ട് തന്നെ ഡെവലപ്പ് ചെയ്താണോ, ആരെങ്കിലും പറഞ്ഞു തന്നാണോ? നമ്മുടെ ഇവിടെ പ്രിലിംസിൻ്റെ ഡിസ്കഷൻസ് നടത്തിയിരുന്ന ആനന്ദ് സർ. അപ്പം സർ ഇങ്ങനെ 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് പറയായിരുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കണം. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് സിമ്പിൾ കണ്ടൻറ്റ്, അപ്ലൈഡ് കണ്ടൻറ്റ്, പിന്നെ ലെഫ്റ്റ് ഓവർ, അതായത് അൺനെസസറിലി ലെഫ്റ്റ്. ഞാൻ പൊതുവെ 100 ക്വസ്റ്റ്യനും ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ആ അൺനെസസറിലി ലെഫ്റ്റ് മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ളത്.
നമുക്ക് പ്രിലിംസിന് ശേഷമുള്ളത് മെയിൻസ് ആണ്. മെയിൻസിൻ്റെ സോണറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയാമോ? മെയിൻസിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും രണ്ട് സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് ഇവിടുത്തെ ക്ലാസ് കൂടുമെങ്കിലും പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ആ മെയിൻസ് എഴുതണമല്ലോ എന്നുള്ള ഒരു കാര്യം വന്നത്. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോർച്യൂണിൻ്റെ മറ്റേ നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമും കണ്ടന്റ് എൻറിച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആൻസേഴ്സ് എഴുതി പോന്നിരുന്നു. പിന്നെ കിട്ടുന്ന ഡിജിറ്റൽ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അപ്പം പക്ഷേ എങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റിവൈസ് ചെയ്യാൻ വേണ്ടി. ഈ തവണ പക്ഷേ എനിക്ക് അത്യാവശ്യം GS-ലൊക്കെ ഒരു എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് നോട്ട് ഉണ്ടാക്കി. എനിക്ക് ഡിജിറ്റലായിട്ട് GS1, GS2, GS3, GS4 അതിൻ്റെ തന്നെ GS1-ന് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ സബ് ഡിവിഷൻസ് കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടല്ല പോയിന്റ്സ് ആയിട്ട് എഴുതുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ ഫിസിക്കൽ നോട്ടിന്, അതായത് ഒരു ബുക്കിൻ്റെ അകത്ത് എൻ്റെ എല്ലാം കൂടെ വരുന്ന പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൺസോൾഡേറ്റ് ചെയ്തു. പിന്നെ അപ്പം എക്സാമിന് പോകുമ്പം ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകണ്ടല്ലോ, ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് അത് എഴുതുമായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുള്ള ഒരു സ്റ്റേജാണ് ഇൻ്റർവ്യൂ. അപ്പോൾ സോണറ്റ് ഓൾറെഡി 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുള്ള മെമ്മറബിൾ ക്വസ്റ്റ്യൻസ് ബോർഡ് ആസ്ക് ചെയ്ത് 2 പ്രാവശ്യം ചോദിച്ച ഏറ്റവും മെമ്മറബിൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാമോ? എനിക്ക് ഏതാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്, മോസ്റ്റ്ലി എൻ്റെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം ബേസ്ഡ് ആയിരുന്നു. അതിനകത്ത് എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, തന്നോടിപ്പം താൻ ഇവിടെ നിൽക്കുകയാണല്ലോ, എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാണല്ലോ, താൻ ഇവിടെ നിൽക്കും, ഇപ്പം തന്നോട് ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ പറയുക താൻ ഒരിടത്ത് മൈഗ്രേറ്റ് ചെയ്തേ പറ്റും, അപ്പം താൻ ഏത് കൺട്രി ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജപ്പാൻ എന്ന് പറഞ്ഞു. അപ്പം എന്താ റീസൺ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പോയി. അപ്പം അതായിരുന്നു എൻ്റെ ഹോൾ ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അത്ര വെളിയിൽ നിന്നുള്ള ഔട്ട് ഓഫ് ദി ബ്ലൂ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. എന്തിട്ട് ജപ്പാൻ ചൂസ് ചെയ്ത്? ജപ്പാൻ ചൂസ് ചെയ്തത് ഒന്ന് അവിടുത്തെ ഡെമോഗ്രഫി കൺസിഡർ ചെയ്തിട്ട്, ഇപ്പം അവിടെ ഏജിങ് പോപ്പുലേഷൻ ആണ്, അപ്പം യങ് ആൾക്കാരെ അവർക്ക് നീഡുണ്ട്. പിന്നെ ടെക്നോളജിക്കലി ആണെങ്കിലും അവർ ഭയങ്കര ഡെവലപ്ഡ്. അപ്പം എനിക്ക് പോയാൽ പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റും. പിന്നെ പൊതുവെ നല്ലൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് ജപ്പാൻ ജീവിക്കാനൊക്കെ ആണെങ്കിൽ. പിന്നെ നമ്മുടെ ഇവിടുന്ന് മൈഗ്രേഷൻ കുറവാണല്ലോ, അങ്ങോട്ട് ഭയങ്കര റെയർ ആയിട്ട് ആൾക്കാർ പോകത്തുള്ളൂ. അപ്പം ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ജപ്പാൻ പറഞ്ഞത്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഫേസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി മോക്ക് ഇൻ്റർവ്യൂസ്, 1-on-1 ഡെഫ് അനാലിസിസ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെയും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കാൻ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പം കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്ട്രാറ്റജി വന്നിരുന്നത്. കാരണം എനിക്ക് ഒരു പിയർ ഗ്രൂപ്പൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. മെയിൻസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട്, ഇവിടെ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പിയർ ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. ആകെ ഞാൻ 3 മോക്ക് ഇൻ്റർവ്യൂ കൊടുത്തുള്ളൂ. പകരം പിയർ ഗ്രൂപ്പ്, എനിക്കിവിടെ 4 പേരുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നും നമ്മുടെ ഒറോട്ടിയിൽ വന്നിരുന്ന് ഒരു 6 മണി തൊട്ട് നമ്മൾ പ്രോപ്പർ മോക്ക്, അതായത് 30 മിനിറ്റ്സ് മോക്ക്, നമ്മുടെ 3 ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പുറത്തിരുന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെയിൻലി നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് നോക്കും. ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുമായിരുന്നു. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ നിതിൻ സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ സാർ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ പറഞ്ഞു. അപ്പം ഈ പിയർ മോക്കിലോട്ട് മാറി മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതിൽ പിന്നെ മോസ്റ്റ്ലി 1-on-1s, ടീച്ചേഴ്സുമായിട്ട് 1-on-1s എടുക്കുമായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ വീക്ക് ആണെങ്കിൽ അവർ പറഞ്ഞു തന്നിട്ട് അത് ഫോക്കസ് ചെയ്തു. സോൾക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല ഗ്രേഡ്സ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ സ്കൂളിലും കോളേജിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് സമയമുണ്ടായിരുന്നു? ഞാൻ പൊതുവെ എല്ലാ പരിപാടിയിലും, എന്ത് പരിപാടി ഉണ്ട് അവിടെ സോണറ്റ് ഉണ്ട്, ആ ഒരു ലെവലായിരുന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം സെൻറ് ആനീസിലാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സ്പോർട്സിലാണെങ്കിലും ഞാൻ ഷോർട്ട് പുട്ടിലും ഡിസ്കസ് ത്രോ പിന്നെ ചെസ്സിലൊക്കെ സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പിന്നെ കലോത്സവത്തിലാണെങ്കിൽ അക്ഷര ശ്ലോകം, ഗ്രൂപ്പ് സോങ് അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഡിസ്ട്രിക്റ്റ് വരെയൊക്കെ പോയിരുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഫോഴ്സിൽ സ്റ്റുഡൻറ് പോലീസ്, ഹൈസ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, ബെസ്റ്റ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആയിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറിയിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർ ലീഡർ ആയിരുന്നു. അങ്ങനെ പിന്നെ ഗ്രാജുവേഷന് വന്നപ്പോഴാണ് കുറച്ച് ഹെക്റ്റിക്കായി, ലാബൊക്കെ വന്നപ്പം കുറച്ചൊന്ന് അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്തു. അല്ല, അപ്പം ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഫോഴ്സിൽ ഉണ്ടായിരുന്നത് സോണറ്റിന് സിവിൽ സർവീസിലേക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടോ? നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ SPC വഴി? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ വന്നാൽ നമുക്ക് കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫിസിക്കലി ആണെങ്കിലും നമുക്ക് പരേഡ് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് കുറേ ഫിസിക്കൽ സ്ട്രെങ്ത് കിട്ടും. പിന്നെ നമുക്ക് കുറേ ഡിസിപ്ലിൻ ഉണ്ടാകും. കാരണം നമുക്ക് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് ട്രെയിനിങ് തരുന്നത്. അപ്പം ആ ഒരു ഡിസിപ്ലിൻ പാർട്ട് വരുമായിരുന്നു. പിന്നെ നമുക്ക് ഫീൽഡ് വിസിറ്റ്, ഇപ്പോൾ ട്രൈബൽ വില്ലേജുകൾ വിസിറ്റ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഇവിടുത്തെ ജയിലുകൾ വിസിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ സോഷ്യൽ അവയർനെസ്, അങ്ങനത്തെ കുറേ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്റ്റേറ്റ്
സ്റ്റേറ്റിൽ ഇപ്പം SPCയുടെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ക്വിസ് മത്സരങ്ങൾ. അപ്പം ഇങ്ങനെ IPS ഓഫീസേഴ്സുമായിട്ടും ഞാൻ SPCയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ മെറിൻ ജോസഫ് IPS മാമുമായിട്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ക്യാമ്പിൽ മാം വന്നിട്ട് ഇങ്ങനെ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറിച്ച് കൂടുതൽ അവയർനെസ്, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിരുന്നു. അപ്പം ടോട്ടലി സ്റ്റുഡൻറ് പോലീസ് കേട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ എന്നെ മുന്നേറാനും ഇവിടെ തന്നെ നിൽക്കാനൊക്കെ. നമ്മൾക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആകുമ്പോൾ ടിപ്പിക്കലി എല്ലാവരും വിചാരിക്കുക അത് കണ്ടിന്യൂ ചെയ്ത് IPS ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ സോണിൻ്റെ ഇപ്പോൾ IAS ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അതിനെന്തായിരിക്കും ബേസിക്? പൊതുവെ കളക്ടർ ആവണം എന്നുള്ള ഒരു ചെറുതിലെ കളക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് IAS വന്നത്. പിന്നെ ഈ ട്രൈബൽ വില്ലേജിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ SPCക്കാരെല്ലാവരും കൂടെ ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുകയും അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ നോക്കിയിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു സിവിലിയൻ ആയിട്ടുള്ളൊരു റോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ IAS IPS പകരം. അപ്പോൾ ഇനി ഒരു IAS ഓഫീസറായി കഴിയുമ്പോൾ ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹം അട്ടപ്പാടിയിൽ വർക്ക് ചെയ്യണം. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി, നീ എന്തിനാ സിവിൽ സർവീസിന് പോകുന്നത് എന്നെല്ലാവരും ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് അട്ടപ്പാടി പോകണം, അട്ടപ്പാടിയിൽ പോയി അവിടുത്തെ ആൾക്കാർക്ക് വർക്ക് ചെയ്യണം, അവരുടെ കൂടെ ആയിരിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. അപ്പം പൊതുവേ എവിടെയെങ്കിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയണിലാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാനും പൊതുവേ ഒരു ഹില്ലി റീജിയണിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം അവിടുത്തെ ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ, അവരുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ചിലപ്പം സിറ്റിയിലുള്ളവരൊക്കെ ഇപ്പം ഇവിടെ ഉള്ളവർക്ക് ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും. എൻ്റെ വീട്ടിൽ നെറ്റ് കിട്ടത്തില്ല, അവിടെ റേഞ്ച് ഇല്ല. അതായത് മലയായതുകൊണ്ട് റേഞ്ച് കിട്ടത്തില്ല. അപ്പം നമ്മൾ വൈഫൈ അങ്ങനത്തെ, അപ്പം എല്ലാവർക്കും വൈഫൈ അഫോർഡബിൾ ആണെന്നില്ല. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഒരു വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും, ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ജോലി ചെയ്യാൻ പറ്റും, പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാം. ചെറിയ ചേഞ്ചുകളിലൂടെ വലിയൊരു അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ള ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ പോയിട്ട് ചെയ്യുക എന്നുള്ള എൻ്റെ ഡ്രീം. സോണിട്ട് മുണ്ടക്കൈ നിന്ന് ഡൽഹിയിൽ പോയി, പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നു. ട്രിവാൻഡ്രത്തെ ഔട്ട്സൈഡ് UPSC പ്രിപ്പറേഷൻ എന്തൊക്കെയായിരുന്നു ഹാങ് ഔട്ട് പ്ലേസസ്, ആക്ടിവിറ്റീസ്? ഞങ്ങൾ ഇവിടുന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മുടെ കുറവങ്കോണത്ത് നിന്ന് ഇറങ്ങും, കവടിയാറ് പോകും, അവിടുന്ന് മ്യൂസിയത്തിൻ്റെ അതുവഴി നടന്നിപ്പം ചുമ്മാ ഇറങ്ങി നടക്കുക. അതായിരുന്നു ഞങ്ങളുടെ ഹോബി. കാരണം ഡൽഹിയിൽ താമസിച്ച് ഞങ്ങൾക്ക് ഡൽഹിയിൽ ആവശ്യമില്ലാതെ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഫുള്ള് പൊല്യൂഷൻ ആയിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം എന്നുള്ള സിറ്റി ആണെങ്കിൽ സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ സിറ്റിയാണ്, പക്ഷേ എങ്കിലൊരു വില്ലേജ് പോലെ കുറേ മരങ്ങൾ, നല്ല പ്ലേസ്. അപ്പം നമുക്ക് കുറേ ഹാങ് ഔട്ട് ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ചായ കുടിക്കുക, ചുമ്മാ നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുക. അപ്പം നമ്മുടെ കുറേ സ്ട്രെസ്സും പോകും, നമുക്ക് നല്ല റിലാക്സേഷനും കിട്ടും. അപ്പോൾ കുറച്ച് ഫിസിക്കൽ എക്സസൈസും. അപ്പം ഞങ്ങൾ സംസാരിക്കുക, നടക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജനറലി ഉള്ള പരിപാടികൾ. ഈ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ചായ് പേ ചർച്ചാസ് ഉണ്ടാവാറുണ്ടോ? അതെങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഞങ്ങൾ പൊതുവെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ ഫേസിലാണ് ഏറ്റവും കൂടുതൽ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൂ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പം ട്രംപിൻ്റെ പോളിസീസിനാണെങ്കിലും എൻ്റെ ലാസ്റ്റ് ആയിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ട്രംപ് വന്നിട്ട് കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. അപ്പം നമ്മളിങ്ങനെ ചായ കുടിക്കും, പറയും ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുക. അപ്പം ആ ഒരു ചുമ്മാ ഇരുന്നുള്ള ഡിസ്കഷൻസ് ആണെങ്കിൽ ആ ഒരു അനലിറ്റിക്കൽ മൈൻഡ്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരാൻ പോകുന്നത്, അങ്ങനത്തെ കുറേ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അത് ശരിക്കും നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ്സ് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ UPSC പ്രിപ്പറേഷനിലെ ഏറ്റവും ഫണ്ണി മൊമെൻ്റ് എന്തായിരിക്കും? തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലോവസ്റ്റ് ലോയിൽ നമ്മൾ തിങ്ക് ചെയ്ത വേസ് ഒക്കെ നമുക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നാം. കാരണം പക്ഷേ ആ സമയത്ത് അത് ഫണ്ണി അല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മെയ് 28-നായിരുന്നു പ്രിലിംസ്. അപ്പം അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് നമ്മുടെ അടുത്ത മെൻറ്റർഷിപ്പ് ഒക്കെ തീരും. എങ്കിലും ഒരാഴ്ച മുമ്പ് എൻ്റെ മെൻറ്റർ ഷഹദ് സാർ പറഞ്ഞു, നമുക്ക് ഫോർച്യൂണിൽ നമുക്കിരുന്ന് സംസാരിക്കാം, ചായ കുടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചു. ഞാൻ ജസ്റ്റ് വന്നു, സാറ് മുകളിൽ നളന്തയിലിരിക്കുക, സാറ് ഇരിക്കുമെന്ന് പറഞ്ഞു. സാറ് ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് സാറിനോട് ചോദിച്ചു, എങ്ങനെ പോകുന്നു, എന്തുണ്ട് വിശേഷം എന്ന്. സാറ് ചുമ്മാ ചോദിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഇപ്പം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തിനാ ഞാനൊന്ന് കരഞ്ഞെന്ന്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. കാരണം സാറ് എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ ഞാനും ഇങ്ങനെ കരഞ്ഞു പോയി. ഭയങ്കര ഇപ്പം നോക്കുമ്പോൾ അതൊരു രസമായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. പക്ഷെ അന്നതൊരു ബേൺ ഔട്ട്, ഫ്രസ്ട്രേഷൻ, എക്സാം ആങ്സൈറ്റി, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരുന്നു. നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. ഞാൻ 1-2 വേർഡ്സ് പറയും. അപ്പോൾ സോണിട്ട് ഒരു 1-2 സെൻറ്റൻസസ്, അധികം ആലോചിക്കാതെ ഒരു ഉത്തരം പറഞ്ഞാൽ. ഫേവറേറ്റ് ഫാക്കൽറ്റി ഇൻ ഫോർച്യൂൺ? നിതിൻ സാർ. സോണിട്ടിൻ്റെ റൂമിൽ പോയാൽ കാണുന്ന ടോപ്പ് 3 ബുക്സ്, എപ്പോഴും ഉപയോഗിക്കുന്ന ടോപ്പ് 3 ബുക്സ്? എൻ്റെ റൂമിൽ ബുക്സ് അങ്ങനെ കാണാറില്ല. ഞാൻ പൊതുവേ അങ്ങനെ വായിക്കാറില്ലാത്ത ഒരാളാണ്. UPSC റിലേറ്റഡ് ആയിട്ട് എല്ലാവരും ഏറ്റവും വായിച്ചിരിക്കേണ്ട 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്സ്?
സ്പെക്ട്രം ലക്ഷ്മികാന്ത്. ഫേവറേറ്റ് കൊട്ടേഷൻ മേ ബി ഒരു മോട്ടിവേഷൻ കോട്ടാവാം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ. ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ എവിടുന്നോ കിട്ടി ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു കോട്ട അത്. എസ്സേ പ്രിപ്പറേഷൻ. അതിപ്പോൾ ചോദിച്ച ഒറ്റ വാക്കിൽ സോ ഹാർഡ്. എത്തിക്സ് പ്രിപ്പറേഷൻ. ഇറ്റ്സ് എൻജോയബിൾ. പ്രിലിംസിന് ഒരു ഫസ്റ്റ് ടൈമർ ചെയ്യുന്ന ഏറ്റവും കോമൺ മിസ്റ്റേക്ക്. കറണ്ട് അഫയേഴ്സിന് പുറകെ പോവുക. മെയിൻസിന് ചെയ്യുന്ന ഏറ്റവും കോമൺ മിസ്റ്റേക്ക്. കൂടുതൽ പഠിക്കുക പക്ഷെ ആൻസർ എഴുതാതിരിക്കുക. ഇന്റർവ്യൂവിൻ്റെ ഏറ്റവും കോമൺ മിസ്റ്റേക്ക്. പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസിനൊന്നും പോവാതെ സെൽഫായിട്ടിരുന്ന് പഠിക്കുക. സോണിന് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന എന്താ? എൻ്റെ ഫാമിലി എല്ലാവരുടെയും കൂടെ ഇരിക്കുക. എൻ്റെ വീട്ടിൽ 4 പിള്ളേരുണ്ട്. അപ്പം അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, എൻജോയബിൾ ആയിട്ടുള്ള. അപ്പം അവരുടെ കൂടെ ഇരിക്കുക, ഫാമിലിയുടെ കൂടെ ഇരിക്കുക. സോണിട്ട് ഫസ്റ്റ് ടൈം തന്നെ ഇൻ്റർവ്യൂ വരെ പോയ ഒരാളാണ്. ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഫുൾ ക്ലിയർ ചെയ്തു 54ാമത്തെ റാങ്ക് കൊണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആസ്പിറൻറ്റിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഫസ്റ്റ് ടൈം ആസ്പിരൻറ്റിനോട് പറയാനുള്ളത് പ്രോപ്പറായിട്ട് പഠിക്കുക. അതായത് നമ്മൾ എല്ലാവരും ഇപ്പോൾ UPSC പ്രിപ്പറേഷന് വന്നാലും നന്നായിട്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടൈമിൽ ഫോക്കസ് ചെയ്യുക. അതായത് പഠിക്കുന്ന സമയം നന്നായി പഠിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കുക. അതുപോലെ തന്നെ UPSC എന്ന് വെച്ചാൽ ഇത്രയും സിലബസ് ഉണ്ട്, ഇത്രയും സ്റ്റേജസ് ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി, അതായത് 2-3 മണിക്കൂർ ഡെയിലി ഇരുന്ന് പഠിക്കാതെ ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ പഠിക്കുക. എക്സാം അടുക്കുമ്പോൾ നന്നായി പഠിക്കുക. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് PYQസിലെല്ലാം ഫോക്കസ് ചെയ്യുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ പഠിക്കുന്നതെല്ലാം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു വർഷത്തെ ജേർണി ആകുമ്പോൾ നമുക്കത് റീറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ട്രസ്റ്റ് യുവർ സെൽഫ്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് 365 ദിവസത്തിലൊരു 65 ദിവസമെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. എനിക്കിത് പറ്റുന്ന പണിയാണ്. അപ്പം നമ്മളിത് എന്തുകൊണ്ടാണ് ഈ ജേർണി തുടങ്ങിയെന്ന് റിയലൈസ് ചെയ്യുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ എല്ലാവരോടും ചോദിക്കുക, മടിച്ച് നിൽക്കരുത്. ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ ആണെങ്കിലും മെൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പിയേഴ്സ് ഉണ്ട്. എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ഒരാളാണ് സോണറ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Fortune IAS Academy. More than just an academy.